പതിവ് പോലെ അന്നും അവർ റോഡ് വൃത്തിയാക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവരിലൊരാൾ ആ ഡസ്റ്റ്ബിന്നിൽ കിടക്കുന്ന വിചിത്രമായ വസ്തു ശ്രദ്ധിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് അവർക്കത് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലും അടുത്ത നിമിഷം അതൊരു ബോഡിയാണെന്ന് മനസ്സിലായി. ഡെഡ് ബോഡി കണ്ട് എല്ലാവരും ഞെട്ടി വിറച്ചു നിൽക്കുന്നു. ശരീരത്തിന്റെ അതികഠിനമായ കറുപ്പ് നിറം കണ്ട് അവരൊരു വിദേശി വനിതയാണെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്ന് തീരുമാനിച്ച് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വാർത്ത കാട്ടുതീ പോലെ പരന്നു. നാട്ടുകാരും പത്രക്കാരും എല്ലാം അവിടേക്ക് ഓടിയെത്തി. പോലീസിന്റെ ആദ്യ പരിശോധനയിൽ പെൺകുട്ടിക്ക് ഏതാണ്ട് 20-നും 30-നും ഇടയിലായിരിക്കും പ്രായമെന്ന് തീരുമാനിക്കപ്പെടുന്നു. മാത്രമല്ല അവളുടെ ശരീരത്തിൽ യാതൊരു മുറിവുകളോ മറ്റൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം ഇവിടെ നടന്നതല്ല എന്ന് മറ്റെവിടെയോ വെച്ച് സംഭവിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടതാണെന്നും അവർ തീരുമാനിക്കുന്നു. അന്വേഷണത്തിന്റെ തുടർ നടപടിയുടെ ഭാഗമായി പെൺകുട്ടിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പെൺകുട്ടി വിദേശ വനിത അല്ല എന്നുള്ള സത്യമാണ്. ശരീരത്തിനുള്ളിലേക്ക് എത്തപ്പെട്ട സിന്തറ്റിക് ടോക്സിൻ ഇഞ്ചക്ഷൻ കാരണമാണ് പെൺകുട്ടിയുടെ ശരീരം ഇത്രയുമധികം ഇരുണ്ടുപോയതെന്നും ശരീരത്തിലെ ത്വക്കിനടിയിലുള്ള രക്തം കട്ട പിടിച്ചാണ് നിറം മാറിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അതുപോലുള്ള കറുത്ത ശവശരീരങ്ങൾ നാടിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്താൻ തുടങ്ങി. അതോടുകൂടി പോലീസിന് ഇതൊരു വലിയ തലവേദനയായി മാറി.